ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തമ്പനയിൽ കണ്ട പോലെ ഒരു കെട്ടുടുപ്പ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. തയ്യലിൻ്റെ ബാലപാഠം അറിയാവുന്ന ആർക്കും തന്നെ ഈ ഒരു ഉടുപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ ഒരു 2 പീസ് തുണി എടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. മൊത്തം 4 പീസ്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തം 17.5 ഇഞ്ച്. ഇനി അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ്. തുണി രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് 12 ഇഞ്ച്, അപ്പുറത്തെ സൈഡും 12 ഇഞ്ച്. അപ്പോൾ മൊത്തം ഫ്രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ 24 ഇഞ്ച് വരും. ഇനി നമുക്ക് അളവുകൾ എന്ന് പറയുന്നത് ആകെ ഇതിന് ആം ഹോൾ മാത്രമേ മാർക്ക് ചെയ്യാനുള്ളൂ. വേറെ ഒരളവും ഇതിൻ്റെ അകത്ത് വരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ആ ഓപ്പൺ സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ച് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിലേക്ക്. ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ ഞാനത് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച്, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്താണ് ഈ 4 ഇഞ്ച് എന്ന് പറയുന്നത്. ആ 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടതൊന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ആം ഹോളൊക്കെ വെട്ടില്ലേ, അതുപോലെയാണ്. ഇത് ഇത്രയും അളവുകളേ ഇതിനുള്ളൂ, വേറെ അളവുകളില്ല. ആകെ ഉള്ളത് ആം ഹോൾ മാത്രം വെട്ടുക എന്നുള്ളതാണ്. ഇനി ഇതിന് ചെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് മുകളിൽ വള്ളി ഇട്ടിട്ട് ഞൊറിവ് പോലെ ചെയ്യുന്നത് കൊണ്ട് ചെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ലൂസായിട്ട് കിടക്കുന്ന ഒരു ഉടുപ്പാണ്. ഒരു 8 മാസം പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഉടുപ്പാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് നിവർത്തി വെച്ച് നോക്കാം. ഇനി വേണ്ടത് ഇതിൻ്റെ ഈ ആം ഹോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തില്ലേ, ഇതിൻ്റെ ഈ 2 സൈഡും നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തെടുക്കണം. ക്രോസ് പീസ് വെക്കാൻ അറിയില്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എങ്ങനെയാണ് ക്രോസ് പീസ് വെട്ടുന്നതെന്ന്. നമ്മൾ തുണി സാധാരണ നേരെ വെക്കാതെ ചെരിച്ച് വെക്കുക. ചെരിച്ച് വെച്ചതിന് ശേഷം ക്രോസായിട്ട് വെട്ടുക. കണ്ടോ, ക്രോസായിട്ട് വെട്ടിയാലാണ് ആ തുണി വലിഞ്ഞ് വരുള്ളൂ. നല്ല രീതിയിൽ വലിയണമെങ്കിൽ ക്രോസായിട്ട് വെട്ടണം. അപ്പോൾ നമുക്ക് കർവ് ഉള്ളിടത്തൊക്കെ പിടിപ്പിക്കണമെങ്കിൽ നന്നായിട്ട് തുണി വലിഞ്ഞ് വരണം. ഇപ്പം ഞാൻ 1.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്രോസ് പീസാണ് ഞാനിപ്പോൾ വെട്ടിയെടുക്കുന്നത്. അതുപോലെ 4 ക്രോസ് പീസുകൾ നമുക്ക് വെട്ടിയെടുക്കണം. 4 സൈഡും പിടിപ്പിക്കണമല്ലോ. ഫ്രണ്ടിൽ 2 ആം ഹോൾ, അതുപോലെ ബാക്കിൽ 2 ആം ഹോൾ. ഇത് 4 നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ച് ഫിനിഷ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ കോട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാലും മതി. ക്രോസ് പീസ് വെക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ ഒന്ന് മടക്കി അടിച്ചാലും മതി. അതിൽ നല്ലത്, കാണാൻ രസം ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുക തന്നെയാണ്. ഞാനിപ്പോൾ ആ മെയിൻ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്രോസ് പീസ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ചീത്തവശവും ചേർന്ന് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് കണ്ടോ, ആ സൈഡ് വഴി അങ്ങ് അടിച്ചെടുക്കുക. ആ സൈഡ് വഴി അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആം ഹോളിൽ വെച്ച് 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക്. അതുപോലെ വെച്ചിട്ട് ഒന്നുകൂടെ മടക്കി ഉള്ളിലേക്ക് വെക്കുക. അങ്ങനെ 2 സൈഡിലും നമ്മൾ വെക്കണം. അതുപോലെ ഇത് ഫ്രണ്ട് പീസാണ്. ബാക്ക് സൈഡിലും അതുപോലെ തന്നെ വെക്കണം. അപ്പോൾ എങ്ങനെയാണത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ക്രോസ് പീസ് എടുത്തിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ കാണുന്നത് ഇപ്പം നല്ല വശമാട്ടോ. ചീത്തവശവും ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ മടക്കി അടിച്ചെടുത്തു. അതിനുശേഷം അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വെച്ച് കൊടുക്കണം. ആം ഹോളിൻ്റെ മുകളിൽ നിന്ന് വെച്ചിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പ് അവിടെ ഇട്ടിട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങ് അടിച്ചെടുക്കണം. ആം ഹോളിൻ്റെ ആ ഷേപ്പ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിരിഞ്ഞ് വരണ്ടേ ഇത്, അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് പതിച്ചടിക്കാം.
പതിച്ചടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ പോളിസ്റ്റർ പോലത്തെ ഒരു തുണി ആയതുകൊണ്ട് ഞാനതൊന്ന് പതിച്ചടിക്കുകയാണ്. തെന്നി തെന്നി പോകുന്ന ഒരു ടൈപ്പ് തുണിയാണിത്. ക്രേപ്പിൻ്റെ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഉള്ളിലേക്ക് വെച്ചിട്ട് അത് ഞാൻ പതിച്ചടിച്ചു. അതിന് ശേഷം അത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പീസ് വയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ 4 സൈഡ് നമ്മൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ ചെയ്തു, ബാക്കി 3 സൈഡും ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാ സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് കൂട്ടിയടിക്കുന്നതിന് മുമ്പ് നമുക്ക് മുകൾ ഭാഗം ഒന്ന് മടക്കി അടിക്കണം. അതായത് 1/4 ഇഞ്ച് ആദ്യം മടക്കുക. അതിന് ശേഷം 1 ഇഞ്ച് ഗ്യാപ്പിൽ മടക്കിയിട്ട് നമ്മൾ പാൻറ്റിനൊക്കെ വള്ളിയിടില്ലേ, അതുപോലെ മടക്കി വെച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വള്ളി ഇടാനാണ്. കെട്ടുടുപ്പാണല്ലോ, കെട്ടി വെക്കണ്ടേ, അപ്പോൾ വള്ളി അവിടെ ഇടണം. അതിന് വേണ്ടിയിട്ടാണ്. 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ചീത്ത വശത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം അടിച്ചെടുക്കുക. അപ്പം ഞാനിപ്പോൾ 2 പീസും അതുപോലെ തന്നെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്യുകയാണ്. 2 സൈഡും ആം ഹോളിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ആ 2 സൈഡും നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗം ഒന്ന് അടിച്ചെടുക്കണം. താഴ്ഭാഗം ഒന്ന് 1/2 ഇഞ്ചിൽ മടക്കി അടിച്ചെടുക്കണം. മൊത്തം ഞാൻ 1/2 ഇഞ്ചാണ് അവിടെ ലൂസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് മടക്കിയാണ് ഇപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ കെട്ടാനായിട്ട് വള്ളി വേണമല്ലോ. അപ്പോൾ വള്ളിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സെയിം 1.5 ഇഞ്ചുള്ള സ്ട്രെയിറ്റ് പീസാണിത് കേട്ടോ. ഇത് ക്രോസ് പീസിൻ്റെ ആവശ്യമില്ല, ഇത് സ്ട്രെയിറ്റ് പീസായാലും മതി. അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൂപ്പ് ടേണർ ആ സാധനം വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ടെടുക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ വള്ളി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഈ വള്ളി ആ ഒരു ഹോളിൽ കൂടെ ഉള്ളിലേക്ക് കയറ്റണം. നമ്മുടെ ഉടുപ്പിൻ്റെ മുകൾ ഭാഗം നമ്മൾ മടക്കി അടിച്ചല്ലോ 1 ഇഞ്ച് ഗ്യാപ്പിൽ, ആ മടക്കി അടിച്ചതിൻ്റെ ഉള്ളിൽ കൂടി ഒരു പിന്നോ എന്തെങ്കിലും ഇട്ട് കയറ്റണം. ഞാൻ അതിൻ്റെ അറ്റത്ത് ഒരു ബെല്ല് പോലെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വള്ളി കയറ്റുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ അതും കൂടെ വെച്ച് കഴിയുമ്പോൾ ഈ ഹോളിൽ കൂടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ആ ഒരു ബെല്ലെന്നാണ് പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല, ഹാങ്ങിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ക്രോസ് പീസ്, ഒരു തുണി ക്രോസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് 2ആയിട്ട് ക്രോസിൽ മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ വള്ളി നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് മുകളിൽ ആ വള്ളി ഇരിക്കുന്ന ഭാഗത്തൊന്ന് സ്ട്രെയിറ്റായിട്ട് അടിച്ചിട്ട് താഴേക്ക് ചെരിച്ച് അടിക്കുക. പലതരത്തിലുള്ള ഇതുപോലുള്ള ഹാങ്ങിങ്ങുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലുള്ള ഹാങ്ങിങ് നമുക്ക് റെഡിയായി കിട്ടും. അതുപോലെ 4 എണ്ണത്തിൽ ഞാനിപ്പോൾ ഹാങ്ങിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.